സോ ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എങ്ങനെ നമുക്ക് വേറൊരാളോട് കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക എന്നുള്ള ഒരു ടോപ്പിക്ക് കിട്ടിയത്. അത് എൻ്റെ വൈഫാട്ടോ ഒന്ന് ചെയ്യുന്നത്, അവളാണ് അനിലയാണ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം എനിക്കും കുറേ ടിപ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും അത് പ്രയോഗിക്കാൻ തുടങ്ങി, പ്രയോഗിക്കാറുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. കുറച്ച് കൂൾ ടിപ്സൊക്കെ ഇവള് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ടിപ്സിലേക്ക് കടന്നാലോ? അല്ല ഇങ്ങനെ അറിയാം. അപ്പോൾ എന്നാ നമുക്ക് ആ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ ഇവളും രണ്ടുപേരുണ്ട് കേട്ടോ, രണ്ടുപേരുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് പോവാം. ടിപ്സിലേക്ക് പോയിട്ട് നമുക്ക് കോൺഫിഡൻസോടുകൂടി ഇനി അടുത്ത പ്രാവശ്യം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു മൈക്കേ ഉള്ളൂ. ഞങ്ങൾക്ക് ആക്ച്വലി ഇത് രണ്ടുപേർക്കും കൂടെ ഇതിനകത്ത് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മൈക്കുള്ളത് കാരണം ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓരോ സംഗതികൾ, അതായത് ഈ ഒരു ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായാലും രണ്ട് മൈക്കോ അല്ലെങ്കിൽ നല്ല അത്യാവശ്യം സൗണ്ടോടുകൂടി നമുക്ക് സൗണ്ട് കേൾക്കണം. അപ്പോൾ രണ്ട് മൈക്ക് എന്തായാലും വേണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു മൈക്കും കൂടെ വാങ്ങാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ചും പ്രശ്നങ്ങളാണ്. സാമ്പത്തിക എന്താ പറയുക, മാന്ദ്യമാണ്, ലോക്ക്ഡൗൺ മാന്ദ്യം. അപ്പോൾ എന്തായാലും ഞാൻ മൈക്ക് ഇവൾക്ക് കൈമാറുകയാണ്. അപ്പോൾ ഇനി അത് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? അല്ലേ, സ്റ്റാർട്ട് ചെയ്യല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലെ? ടോപ്പിക്കിലേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ക്ലാസ് മോഡിലേക്കൊന്നും പോകില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാമെന്നാണ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എന്താ പറയാ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കോൺഫിഡൻസ് എന്നുള്ളത് ഇറ്റ് ടേക്സ് ടൈം. കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണ് കോൺഫിഡൻസ്. ഇത് ബേസിക്കലി നമ്മൾ കുറെ സ്റ്റെപ്സ്, ഒരുപാട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ പോണത്. ഞാൻ ജസ്റ്റ് കുറച്ച് സിമ്പിൾ ടിപ്സ് തരാൻ മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. സോ ഈ ടിപ്സ് നിങ്ങൾ എന്തായാലും നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വി ക്യാൻ ബി കോൺഫിഡൻറ്റ്. എവ്രി വൺ ക്യാൻ ബി കോൺഫിഡൻറ്റ്. കാരണം ഇപ്പം എന്താ, കോൺഫിഡൻസ് ഇല്ലായ്മ വരെ എപ്പോഴാണ് നമ്മൾ കുറച്ച് ഇൻഫീരിയർ ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ബാക്കിയുള്ളവർ അത്ര കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ കോൺഫിഡൻസ് ഒന്ന് കുറഞ്ഞു വരിക അല്ലെ? ഇപ്പോഴത്തെ സിനാരിയോ കോവിഡ് ആണ് അല്ലെ? എല്ലായിടത്തും കോവിഡ് ആണ്. സോ കോവിഡ് എന്ന് പറയുന്ന അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ലോകം മുഴുവൻ പരത്തിയത് ഇത്തിരി പോകുന്ന ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ് അല്ലെ? ഒരു വൈറസ് ആണ്. ഓർഗാനിസം എന്ന് പറയാൻ പറ്റില്ല, ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു വൈറസ്. അതിന് ഈ ലോകത്തിനെ മൊത്തമായിട്ട് ഒരു ഭയങ്കര എന്താ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിർത്താൻ പറ്റി. ഇത്തിരിയുള്ള അതിന്റെ സൈസ്. ഓക്കെ, സോ ഇത്രയും വലിയ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും വി ക്യാൻ ഡു എവറിത്തിങ് അല്ലെ? നത്തിങ് ഇസ് ഇംപോസിബിൾ എന്നാണ് പറയാ. സോ ബിക്കോസ് ഇംപോസിബിൾ എന്നുള്ള വാക്യം തന്നെ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാ? ഐ ആം പോസിബിൾ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ എന്താ വെച്ചാൽ പോവാം. ഞാൻ കുറെ സംസാരിച്ചിട്ട് വെറുതെ എന്തിനല്ലേ ടൈം കളയണം. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ഇറ്റ്. ടിപ്സ് എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ പുറമോടി അല്ല ഒരിക്കലും. കോൺഫിഡൻസ് നമുക്ക് ജസ്റ്റ് ഒരു മേക്കപ്പ് ഇട്ട് ഇറങ്ങുന്ന പോലെ നമുക്ക് കോൺഫിഡൻസ് ചെയ്യാൻ പറ്റില്ല. കോൺഫിഡൻസ് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഔട്ടർ കവർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തു വരും. സോ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് ഔട്ട്വേർഡ് അല്ല, അത് ഇൻവേർഡ് ആണ്. ഓക്കെ, സോ ഇൻവേർഡ് ആയിട്ട് ആദ്യം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മുടെ മൊത്തത്തിൽ ആ കോൺഫിഡൻസ് എന്നുള്ളൊരു സാധനം പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, അല്ലാണ്ട് വെറുതെ പുറത്തു മാത്രം ചെയ്തു വെക്കേണ്ട ഒരു കാര്യമല്ല. അതാണ് ഫസ്റ്റ് തിങ്. സോ ദ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്സെപ്റ്റ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇപ്പോ എന്നല്ല, എല്ലാവർക്കും ഉണ്ടാവുന്ന കുറെ ടൈപ്പ് ഓഫ് ഇൻഫീരിയോറിറ്റീസ് ഉണ്ടാവും. പൊതുവെ എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, പൊതുവെ ഭൂരിഭാഗം പേർക്കും ഉണ്ടാവുന്ന കുറെ ടൈപ്പ് ഓഫ് ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സസ് ഉണ്ടാവും. സംതിങ് ക്യാൻ ബി ലൈക്ക് എന്താ പറയാ, ഒന്നുകിൽ അത് ബ്യൂട്ടി ബേസ്ഡ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സൈസ് ബേസ്ഡ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ
കേപ്പബിലിറ്റീസ് നമ്മൾ തന്നെ സംശയിക്കുകയാണ്. നമുക്ക് അത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിന് ടാലന്റ് ഉണ്ടോ, അതൊക്കെ നമ്മൾ ആക്ച്വലി നമ്മളെ തന്നെ സംശയിക്കുന്ന സിറ്റുവേഷൻ. അവിടെ സെൽഫ് ഡൗട്ടാണ് വരുന്നത്. അങ്ങനെ പല രീതിയിലും നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതാണ് ആദ്യം മാറ്റേണ്ടത്. The first thing is accept yourself. അവനവൻ സ്വീകരിക്കുക ഫസ്റ്റ്. With all the all the incompleteness, all the completeness, നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്വയം സ്വീകരിക്കാൻ പഠിക്കണം. സെൽഫ് ലവ് അത് വേണം. എന്നാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ആ ഒരു വൈബ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുള്ളൂ. അതുവരെ നമ്മുടെ ഒരു നെഗറ്റീവ് വൈബ് മാറണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് വൈബ് പോകുമ്പോൾ മാത്രമേ നമ്മൾ കോൺഫിഡന്റ് പേഴ്സൺ ആവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് ആക്സെപ്റ്റ് യുവർ സെൽഫ്, അപ്രിഷിയേറ്റ് യുവർ സെൽഫ്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിത് സ്വയം പറയാം, വാ വെൽ ഡൺ. ആ ഒരു അപ്രിസിയേഷൻ കൊടുക്കുക. അപ്രിഷിയേറ്റ് യുവർ സെൽഫ്. ചിലപ്പോൾ വേറെ ആരും ചെയ്തില്ല എന്ന് വരും, പക്ഷെ യു ക്യാൻ ഡു ഇറ്റ്. നോ, നമുക്ക് സ്വയം ചെയ്തുകൂടെ? നമ്മൾ ചെയ്ത് നന്നായി എന്നുള്ളത് നമുക്ക് സ്വയം നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് വാസ് എന്താണ് ആക്സെപ്റ്റിംഗ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സംഭവം വരുള്ളൂ. കോൺഫിഡൻസ് എന്നുള്ള സാധനം സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് യുവർ സെൽഫ്, റൈറ്റ്? ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താ നോക്കിയാലോ? രണ്ടാമത്തെ കാര്യം ഇസ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ വരും, പക്ഷെ അത് കാര്യമാക്കണ്ട. ബിക്കോസ് നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്. ദാറ്റ് ഈസ് ടോക്കിംഗ് ടു യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്നിട്ട് പറയാനല്ല ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് നമ്മൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മളുടെ സെൽഫ് ഉണ്ടല്ലോ, ആ സെൽഫുമായിട്ട് ഭയങ്കര ക്വാളിറ്റിയുള്ള ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടണം ഓൾവേസ്. അപ്പോൾ മാത്രമാണ് നമ്മളുടെ പോരായ്മകൾ എന്താണെന്ന് മറ്റൊരാൾ പറഞ്ഞു തരുന്നേക്കാൾ കൂടുതൽ ആയിട്ട് നമ്മൾ സ്വയം റിയലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ പോസിറ്റീവ്സ് എന്താണെന്നും നമ്മുടെ നെഗറ്റീവ്സ് എന്താണെന്നും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നും നമ്മുടെ വീക്ക്നെസ് എന്താണെന്നും നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, കൂടുതൽ വ്യക്തമായി മനസ്സിലാവുള്ളൂ. സോ അങ്ങനെ മനസ്സിലാവുമ്പോഴാണ് നമുക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂ. നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ടാണ് യു ഹാവ് ടു ടോക്ക് ടു യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. ഓക്കെ, ആ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ആ ടോക്കിന്റെ ഇടയ്ക്ക് നമ്മുടെ ഉള്ളിൽ സ്വയം നമ്മളെ കൂടെ അറിയാണ്ട് ചിലപ്പോൾ നമ്മുടെ വീക്ക്നെസ്സസ് പോസിറ്റീവായി വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ടോക്കിംഗ് ടു യുവർ സെൽഫ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ടോക്കിംഗ് ടു യുവർ സെൽഫ്. സോ തേർഡ് വൺ ദാറ്റ് യു നീഡ് ടു ഡു ഇസ്, നമ്മളൊക്കെ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് അല്ലേ? നമ്മളൊക്കെ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല എന്നുള്ളൊരു ബോക്സിന്റെ ഉള്ളിൽ നമ്മൾ ഒതുങ്ങിപ്പെട്ട് കിടക്കുകയാണ്. You have to break that box and go out. ആ ബോക്സ് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ പുറത്തേക്ക് പോകണം. നമ്മുടെ കംഫർട്ട് സോൺസ് വിടണം. എപ്പോഴും കംഫർട്ട് സോണിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് കോൺഫിഡന്റ് ആവാൻ പറ്റില്ല. കാരണം നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ വിൽ ബി ലൈക്ക് അയ്യോ 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 അയ്യോ, ദാറ്റ് വിൽ കം. സോ ആ ഒരു ബ്രേക്ക്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ ബ്രേക്ക് ചെയ്യണം. നമുക്ക് ലിമിറ്റേഷൻസ് വേണ്ട, നമുക്ക് ബൗണ്ടറീസ് വേണ്ട. ബിക്കോസ് നമ്മൾ ഹ്യൂമൻ ബീയിങ് ഇസ് ഇൻഫിനിറ്റ്. നമ്മുടെ കപ്പാസിറ്റീസ് ആർ ഇൻഫിനിറ്റ് ഓഫ് കപ്പാസിറ്റീസ് ആർ ദേർ ഇൻസൈഡ് us. നമ്മൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്പിരിറ്റുള്ള ആൾക്കാരാണ്, റൈറ്റ്? സോ നമ്മൾക്ക് ബൗണ്ടറീസ് വേണ്ട. ആ ബൗണ്ടറീസ് ഒക്കെ ബ്രേക്ക് ചെയ്യുക, ആ കംഫർട്ട് സോൺസ് വിടുക. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, സക്സസ്ഫുൾ മാത്രമല്ല നമുക്ക് കോൺഫിഡന്റ് ആവാൻ പറ്റുള്ളൂ. ആദ്യം ചിലപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മളൊന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആകെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവും. പക്ഷെ ആ ഫീൽ കഴിഞ്ഞ് നമ്മൾ ആ പേടിനെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ഒന്ന് എൻകൗണ്ടർ ചെയ്തിട്ട് നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ്, ദാറ്റ് ഇസ് റിയലി 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 അൺഎക്സ്പ്ലെയിനബിൾ എന്ന് കാണിച്ചാൽ പറയാം. ഓക്കെ, സോ യു ഹാവ് ടു ബ്രേക്ക് യുവർ ബോക്സസ്. ബോക്സിൻ്റെ ഉള്ളിൽ വേണ്ട. യു ഹാവ് ടു ബ്രേക്ക് യുവർ കംഫർട്ട് സോൺസ്. പുറത്തേക്ക് ഇറങ്ങുക. ബിക്കോസ് ദ വേൾഡ് ഇസ് ലൈക്ക് എന്താ പറയാ, ഇൻഫിനൈറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ അതിനുള്ളിലേക്ക് പോയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇങ്ങോട്ട് വന്ന് നമ്മളെ വിളിക്കില്ല. നമ്മൾ കംഫർട്ട് സോണിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ഇപ്പൊ വരും വിചാരിച്ചിട്ട് അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ, ആരും വരില്ല. നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുള്ളൂ. ഓക്കെ, സോ ജസ്റ്റ് ബ്രേക്ക് യു കംഫർട്ട് സോൺസ്. കംഫർട്ട് സോൺസ് വേണ്ട. കംഫർട്ട് എന്ത് കാര്യം നമുക്ക് കംഫർട്ടബിൾ ആവണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് വി ബിക്കം എ കോൺഫിഡന്റ് പേഴ്സൺ. ഒരാൾ പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ ചോദിക്കുകയാണെന്ന് വെച്ചാൽ പാട്ട് പാടാൻ അറിയാത്ത ആളാവാം, സ്റ്റിൽ സിംഗ്, ബിക്കോസ് യു നോ ഹൂ യു ആർ, റൈറ്റ്? സോ ആ ഒരു കോൺഫിഡൻസ്, ബാക്കി ആൾക്കാർ കളിയാക്കുക എന്ത് ചെയ്താലും
നിങ്ങളുടെ കോൺഫിഡൻസിൽ അത് തട്ടാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ കോൺഫിഡൻസ് ഔട്ട്വേർഡ് അല്ല, അല്ലെ? നമ്മുടെ കോൺഫിഡൻസ് എന്താ? ഇൻവേർഡ് ആണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് അക്സെപ്റ്റ് യുവർ സെൽഫ്. ആ ഒരു അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ടോക്ക് ടു യുവർ സെൽഫ്. അതിനുശേഷം ബ്രേക്ക് യുവർ ബൗണ്ടറീസ്, ജസ്റ്റ് ഗോ ഔട്ട്. ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, ബിക്കോസ് നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ എന്താ പ്രശ്നം, റൈറ്റ്? സോ ജസ്റ്റ് ബ്രേക്ക് യുവർ ബൗണ്ടറീസ്, ജസ്റ്റ് ഗോ ഔട്ട്, ഗ്രാബ് യുവർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ തേർഡ് വൺ. ഇനി ചെയ്യേണ്ടത് എന്താ? ദ ഫോർത്ത് വൺ, ദാറ്റ് ഇസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്ന് നിൽക്കുക, എനിക്ക് ഇതിലൊക്കെ നമുക്ക് കയറിയാൽ മതി. അപ്പോൾ അവിടെ വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അപ്പോഴാണ് നെക്സ്റ്റ് കാര്യത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്, ദാറ്റ് ഇസ് യുവർ ബോഡി ലാംഗ്വേജ്. ആ സമയത്താണ് ബോഡി ലാംഗ്വേജിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പ്രൈമറിലി യുവർ ഐ കോണ്ടാക്ട്. ജസ്റ്റ് ടേക്ക് ലൈക്ക് ദിസ്. ഞാൻ ഒരാളോട് സംസാരിക്കുകയാണ്, ആൾ ഇവിടെയാണെന്ന് വിചാരിക്കുക, ഞാൻ ആളോട് സംസാരിക്കാം. അപ്പൊ അയാൾ എന്നോട് എന്തോ ചോദിച്ചു. സോ ഐ എം റിപ്ലൈങ് ലൈക്ക് yeah, no, I have done it, I don't know when I did, but എനിക്കറിയാം ഞാൻ വെച്ച. Is that right? No, that's not proper, അല്ലേ? നമ്മളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാ? നമ്മളൊരു കണ്ണിൽ നോക്കി സംസാരിക്കണം. അപ്പൊ മാത്രമാണ് നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ്, നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളത് അപ്പുറത്തെ ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. സോ whenever you talk to someone, അല്ലെങ്കിൽ ഒരു മാസ് ആയിക്കോട്ടെ, പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ, just try to keep or maintain your eye contact. ഒരാളോട് സംസാരിക്കുമ്പോൾ ഐ കോൺടാക്ട് എളുപ്പമാണ്, അല്ലെ? ജസ്റ്റ് അയാളുടെ മുഖത്തേക്ക് ചോദിക്കാൻ പറ്റും. സോ ഒരു മാസിനോട് സംസാരിക്കുമ്പോഴും ഇത് അപ്ലിക്കബിൾ ആണ്, റൈറ്റ്? ഇപ്പൊ ഞാൻ ഇങ്ങനെ നിന്നൊരു പബ്ലിക് സ്പീച്ച് ആണ്, ഞാൻ ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരാളെ മാത്രം നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഇഫക്റ്റീവ് ആവോ? ഇല്ല, ദാറ്റ് വോണ്ട് ബി ഇഫക്റ്റീവ്. അവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈച്ച് ആൻഡ് എവറി കോർണറിലേക്ക് നമ്മളുടെ കണ്ണെത്തണം. then only the speech will be effective. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് അവർ പൊളിറ്റീഷ്യൻസ്, റൈറ്റ്? അവരുടെ സ്പീച്ചസ് ഒക്കെ എന്തുകൊണ്ടാണ് ഇത്ര എഫക്റ്റീവ് ആവുന്നത്? ഇറ്റ്സ് ബിക്കോസ് ദേ കാറ്റർ. അതിന്റെ ഇടയിൽ ചിലപ്പോൾ അവരോടെ വിളിക്കും, അല്ലെ? സോ അപ്പൊ എന്താ ഓഡിയൻസിന് തോന്നുന്നത് എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താ? ഓക്കെ, ഈ സ്പീക്കർ എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. ചിലപ്പോൾ അയാൾ എല്ലാവരും നോക്കിക്കൊള്ളണമെന്നില്ല, എല്ലാവരും നോക്കല് ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ, റൈറ്റ്? പക്ഷെ ജസ്റ്റ് കീപ് ഒരേ സ്ഥലത്ത് ഫിക്സ് ആവാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാ കോർണേഴ്സിലേക്കും നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അപ്പൊ കേട്ടിരിക്കുന്ന ആൾക്ക് എന്ത് ഫീൽ വരും? യെസ്, സ്പീക്കർ ഇസ് കൺസിഡറിങ് അസ്. നമ്മളെയും കൺസിഡർ ചെയ്യുന്നുണ്ട് തോന്നിയാൽ മാത്രമേ അവർ നിങ്ങളെ കേൾക്കുള്ളൂ, അല്ലെ? സോ ബി ലൈക്ക് ദാറ്റ്, കീപ് ഓർ മെയിൻറ്റെയിൻ യുവർ ഐ കോണ്ടാക്ട്. സോ ദാറ്റ് വാസ് എ ഫോർത്ത് വൺ, ദ ഫസ്റ്റ് വൺ, അല്ലെ? സോ ഫസ്റ്റ് വൺ ഇൻ ബോഡി ലാംഗ്വേജ് ഇസ് ഐ കോണ്ടാക്ട്. പിന്നെ വേണ്ടത് എന്താ? പിന്നെ വേണ്ടത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളൊരാളെ ആദ്യമായിട്ട് കാണുന്നത് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ പെന്നെ ആദ്യമായിട്ട് കാണുന്നത് വിചാരിക്കാം. എന്നെ വേണ്ട, അല്ലെ? ഫൈൻ, നമ്മളൊരാളെ ആദ്യമായിട്ട് കാണുന്നത്, ഫൈൻ. സോ അയാളോട് സംസാരിക്കുന്നതിന്റെ മുന്നേ തന്നെ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് അയാളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും, അല്ലെ? അയാളുടെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. എങ്ങനെയാ അത് പോസിബിൾ ആവണേ? ഇറ്റ്സ് ബൈ ഹിസ് ഓർ ഹെർ പൊസിഷൻ. അത് സിറ്റിംഗ് പൊസിഷൻ ആവാം, സ്റ്റാൻഡിങ് പൊസിഷൻ ആയിരിക്കാം. ആ ഒരു പോസ്റ്റർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മള് ഇപ്പൊ സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ സ്റ്റാൻഡിങ് പോസ്റ്റർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. It should not be like this. 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 Improper postures അല്ല, നമ്മൾ കറക്റ്റ് ഒരു പോസ്റ്റർ, ദാറ്റ് ഇസ് സ്റ്റാൻഡിങ് ടോൾ എന്നൊരു വാക്കും കൂടി അതിനുണ്ട്. യു ഷുഡ് മെയിൻറ്റെയിൻ എ പ്രോപ്പർ പൊസിഷൻ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, ഇങ്ങനെയല്ല, ഷോൾഡേഴ്സ് ഒക്കെ ഇങ്ങനെ, അതായത് ഇങ്ങനെയല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഇസ് എ പ്രോപ്പർ പൊസിഷൻ. ഷോൾഡേഴ്സ് ഒക്കെ അപ്പാർട്ടായിട്ട് സ്റ്റാൻഡിങ്, ദാറ്റ് ഇസ് യുവർ പൊസിഷൻ. ഇരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വളഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ ചാരിയിരിക്കുകയല്ല. ഇത് രണ്ടുമല്ല. ഇറ്റ് ഇസ് എ പ്രോപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. നമ്മൾ ഇരിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പോസ്റ്റേഴ്സ്. ഒരാളോട് നമ്മൾ സംസാരിക്കുന്നതിന്റെ മുന്നേ തന്നെ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മളെ കുറിച്ചൊരു ഇമേജ് അയാൾക്ക് പോകുന്നുണ്ട് നമ്മുടെ പോസ്റ്റേഴ്സിലൂടെ. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഇങ്ങനെ കാര്യം ചെയ്യുമ്പോൾ ലുക്ക് ഫോർ യുവർ പോസ്റ്റേഴ്സ്. പോസ്റ്റേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ദ നെക്സ്റ്റ് വൺ ദാറ്റ് കംസ് ഇൻ ബോഡി ലാംഗ്വേജ് ഇസ്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. ദ തിങ് ഇസ്, നമ്മൾ എന്തെങ്കിലും സ്പീച്ചോ എന്തെങ്കിലും നടത്തുകയാണെ, ഓക്കെ, സോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി എ പെൻ, ഇറ്റ് ക്യാൻ ബി എ കർച്ചീഫ്, ഇറ്റ് ക്യാൻ ബി എ പിച്ച്, ഇറ്റ് ക്യാൻ ബി എ പീസ് ഓഫ് പേപ്പർ, എന്ത് കാണിച്ചാലാവാം. ഇങ്ങനൊരു പരിപാടിയുണ്ട്, പിഴിഞ്ഞ് 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 ഈ പെന്നിൽ എന്താ ഉണ്ടാവുന്ന അവസാനം അറിയില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. കർച്ചീഫ് ആണെങ്കിൽ നമ്മളതിനെ മാക്സിമം ക്രഷ് ചെയ്യും, റൈറ്റ്? അങ്ങനെ ഒരു സംഭവം.
ദാറ്റ് ഹാപ്പൻസ്, ദാറ്റ് ഇസ് റിയൽ, ആ ഒരു കാര്യം മാറ്റണം. നമ്മൾ സംസാരിക്കുമ്പോൾ ബി ഫ്രീ, യൂസ് യുവർ ഹാൻഡ്സ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ നിൽക്കരുത്. കൈ കെട്ടിയിട്ടുള്ള പൊസിഷൻ ഷോസ് ദാറ്റ് യു ആർ നോട്ട് റെഡി ടു മിങ്കിൾ. നമ്മൾ ഓപ്പൺ അല്ല, നമുക്കൊരു ഓപ്പൺ മൈൻഡഡ്നെസ് അല്ല എന്ന് കാണിക്കുന്നതാണ് കൈ കെട്ടിയിട്ടുള്ള പൊസിഷൻ. ബിക്കോസ് നമ്മളൊരു ക്ലോസ്ഡ് ഫിഗർ ആണ് അല്ലെ ഇങ്ങനെ നിൽക്കുമ്പോൾ. സോ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ. ഇതായിരിക്കണം ഫിഗർ, റൈറ്റ്? നമ്മുടെ ഫിഗർ നമ്മളെപ്പോഴും ഓപ്പൺ ആയിരിക്കണം, അല്ലാണ്ട് ഭയങ്കര ക്ലോസ് ആയി മുറുക്ക പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാവരുത്. ഷുഡ് ബി ഓപ്പൺ. ഓക്കെ, സോ ദാറ്റ് ഇസ് ബോഡി പോസ്ചർ. സോ നെക്സ്റ്റ് വൺ, ബോഡി നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു, നമ്മളോട് സംസാരിച്ചു, നമ്മൾ നമ്മുടെ എല്ലാ ബൗണ്ടറീസും ബ്രേക്ക് ചെയ്തു, നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ബോഡി പോസ്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്താ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് തിങ്കിങ് പോസിറ്റീവ്ലി. ഓക്കെ, പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. അതൊരു ചെറിയ എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മൈന്യൂട്ട് ഓഫ് ദ മൈന്യൂട്ടസ്റ്റ് എന്ന് വെച്ചാൽ പറയാം, ഈ സ്മോളസ്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇറ്റ് ഇസ് നമ്മുടെ വീട്ടിലേക്ക് ഇഫ് എ ഗസ്റ്റ് ഇസ് കമ്മിങ്. ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് വി ഹാവ് സീൻ, വി ഓൾസോ ഡു ദാറ്റ്, റൈറ്റ്? നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരിക്കും ആലോചിക്കുക അല്ലെ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ആ സാധനം ഇല്ല, സോ ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഈ സാധനം ഇല്ല, സോ ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. സ്റ്റോപ്പ് തിങ്കിങ് ഇൻ ദാറ്റ് വേ. ജസ്റ്റ് തിങ്ക് ലൈക്ക്, ദിസ് ഇസ് ദെയർ, ഈ സാധനം ഉണ്ട്, സോ ഐ ക്യാൻ മേക്ക് ദിസ്. ഓക്കെ, അത് വെച്ചിട്ടാ അങ്ങനെയൊക്കെ പഴക്കി അങ്ങനത്തെ ഉണ്ടാക്കാം. സോ ടേക്ക് ഔട്ട് പോസിറ്റീവ് തിങ്സ് ഔട്ട് ഓഫ് ദ നെഗറ്റിവിറ്റീസ്. നെഗറ്റീവ് സാധനങ്ങളുടെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എടുക്കാൻ പറ്റണം. സോ ഈ തിങ്കിങ് പോസിറ്റീവ് എന്നുള്ളതിന്റെ കൂടെ തന്നെ പോകുന്ന മറ്റൊരു കാര്യമാണ് ഗ്രോത്ത് ആറ്റിറ്റ്യൂഡ്. യു ഷുഡ് ഹാവ് എൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗ്രോത്ത്. നമ്മുടെ എപ്പോഴും നമ്മുടെ ഉള്ളിലത്തെ ചിന്ത ഷുഡ് ബി ഗ്രോത്ത്. ഐ നീഡ് ടു ഡെവലപ്പ്, ഐ നീഡ് ടു ഗ്രോ. ഒരിക്കലും ഒരാൾ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് അല്ല. കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ട് ഒരാളില്ല. എവ്രിവൺ ഇസ് ഗ്രോയിങ്. സോ നമ്മുടെ മൈൻഡ് സെറ്റും അതായിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഈഗോസെൻട്രിക് ആയിട്ട് എനിക്കെല്ലാം അറിയാം, അങ്ങനെയല്ല. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ഐ ഷുഡ് ഗ്രോ. ആ ഒരു ചിന്താഗതി ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് എന്താ അറിയോ, ഒരുപാട് ക്രിറ്റിസിസംസ് നമ്മളുടെ വഴി കൂടെ വരും. ദിസ് ഇസ് നോട്ട് റൈറ്റ്, ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്, വൈ ഡിഡ് യു ഡു ദിസ്, വൈ ഡിഡ് യു ഡു ദാറ്റ്, അതൊക്കെ വരും. നമുക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഗ്രോത്ത് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, സോ ഐ ഡിഡ് ഇറ്റ് റോങ്, നമ്മൾ തെറ്റാണോ ചെയ്തത്, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയാക്കണം. ഓക്കെ, സോ ഇവരിങ്ങനെ പറയാൻ കാരണം ഞാൻ അങ്ങനെ ചെയ്ത് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ഐ വിൽ ഹാവ് ടു ഇംപ്രൂവ്. ആ ഒരു ചിന്തയാണ് വരാം. ഇത് ഇല്ലാത്ത ഒരാളാണെങ്കിലോ, അയാൾ ആരാന്ന് പറയാൻ? എനിക്കറിയാം, ഞാൻ ചെയ്ത ഫുൾ ശരിയാ, പിന്നെ അയാൾ അങ്ങനെ പറയണേ. അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരാം. സോ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? വി ഷുഡ് ഹാവ് എ ഗ്രോത്ത് ആറ്റിറ്റ്യൂഡ്. നമുക്ക് എപ്പോഴും ഗ്രോത്ത്, നമ്മൾ എപ്പോഴും ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. സോ ദാറ്റ് ഇസ് നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് തിങ്കിങ് പോസിറ്റീവ്ലി ആൻഡ് ഹാവിങ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗ്രോത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന കാര്യം ഇസ് യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് വിഷ്വലൈസേഷൻ. പേര് പറയുമ്പോൾ വലുതായി തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നമ്മുടെ മനസ്സിൽ നമ്മൾ ഗോൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് എപ്പോഴും ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വേണം. അതൊരു പോസിറ്റീവ് പിക്ചർ ആയിട്ട് തന്നെ വേണം. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഹാവ് എൻ ആംബിഷൻ, ലൈക്ക് ഞാൻ ഒരു സിവിൽ സർവന്റ് ആവും, ഐ വിൽ ക്രാക്ക് the exam and I will become a civil servant, I will become an IAS officer, IPS officer. അതാണ് ഇപ്പൊ എന്റെ ഡ്രീം എന്ന് വിചാരിക്കാം. സോ എന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവണം. ദാറ്റ് ഇസ് ഞാൻ ആ ഗോൾ അറ്റൈൻ ചെയ്തതിന് ശേഷം ആ ഒരു പ്ലേസിൽ ഞാൻ നിൽക്കുകയാണ്. ഓക്കെ, ആ ഗോൾ ഞാൻ അറ്റൈൻ ചെയ്തു, ഞാൻ ഇപ്പോൾ ഒരു IAS ഓഫീസർ ആണ്, IPS ഓഫീസർ ആണ്. അപ്പൊ എന്താണ് എന്റെ ചുറ്റും ഉണ്ടാവുന്നത്? ഓക്കെ, ഐ വിൽ ബി ഡൂയിങ് ദിസ്, ഐ വിൽ ബി ഡൂയിങ് ദാറ്റ്, ഐ വിൽ ബി വെരി ഹാപ്പി, മൈ പാരന്റ്സ് വിൽ ബി ഹാപ്പി, ഐ വിൽ ഡു ലോട്ട് ഓഫ് തിങ്സ് ഫോർ ദ സൊസൈറ്റി. ആ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ വരണം. നമ്മുടെ ഗോൾ നമ്മൾ അറ്റൈൻ ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. കാരണം ആ പിക്ചറാണ് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക, റൈറ്റ്? ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരുന്തോറും നമ്മൾ വീണ്ടും 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 അത് ചെയ്യാൻ ശ്രമിക്കും. ബിക്കോസ് നമുക്ക് അവിടേക്ക് എത്തണം. സോ ദാറ്റ് പിക്ചർ ഇസ് സംതിങ് ദാറ്റ് മോട്ടിവേറ്റ്സ് യു ടു ഗോ ഗോ ഗോ, റൈറ്റ്? നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനം ഇസ് ദാറ്റ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ. സോ അത് എന്തായാലും നമ്മുടെ മനസ്സിൽ വേണം. And the last but the most important thing is, okay, we have all the confidence and all the things with us, പക്ഷേ ഡ്രീംസ് എന്നുള്ളത് ഡേ ഡ്രീംസ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഡ്രീംസ് എന്നുള്ളത് ഉറങ്ങുമ്പോൾ കാണുന്ന ഡ്രീംസ് ആവാൻ പാടില്ല എന്നുള്ളത് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അബ്ദുൽ കലാം സർ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ഡ്രീംസ് ആർ നോട്ട് ദാറ്റ് യു സീ ഇൻ യുവർ സ്ലീപ്പ്, അല്ലെ? ഉറക്കത്തിൽ കാണുന്ന അല്ല ഡ്രീംസ്.
ഡ്രീംസ് ആർ സംതിങ് ദാറ്റ് വോണ്ട് അലൗ യു ടു സ്ലീപ്. നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുന്ന സാധനമായിരിക്കണം ഡ്രീംസ്. സോ നമ്മൾക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട്, നമ്മളതൊക്കെ ബിൽഡപ്പ് ചെയ്ത് എടുത്തു. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. ദാറ്റ് ഇസ് അവർ നോളജ്, ദാറ്റ് ഇസ് അവർ പ്രിപ്പറേഷൻ. ഓരോ സ്റ്റേജസിലൂടെയും നമ്മൾ പ്രിപ്പറേഷൻ കുറയ്ക്കരുത്. എന്താണ് നിങ്ങളുടെ എയിം, എന്താണ് നിങ്ങളുടെ ഗോൾ എന്നുള്ളതിലേക്ക് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. അവർ പ്രിപ്പറേഷൻ ഷുഡ് ഓൾസോ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദിസ് ബൂസ്റ്റിംഗ് ഓഫ് കോൺഫിഡൻസ്. അല്ലാണ്ട് വെറും കോൺഫിഡൻസ് ഉണ്ടായിട്ട് പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് അല്ലെ. കോൺഫിഡൻസോട് കൂടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് പ്രോപ്പർ അല്ലെ. സോ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? നോളജ്, പ്രിപ്പറേഷൻ, റിപ്പീറ്റിംഗ്, എക്സസൈസ്, ഡു അല്ലെ. എക്സസൈസിങ് ആൻഡ് റിപ്പീറ്റിംഗ് അത് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആവണം നമ്മുടെ നോളജിൽ. എന്നാൽ മാത്രമാണ് നമുക്ക് കോൺഫിഡൻസും കൂടി ആഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആവുള്ളൂ അല്ലെ. പെർഫെക്റ്റ് ഇസ് നോട്ട് ദെയർ എനിവേസ്. പക്ഷെ എന്തായാലും നമുക്ക് കോൺഫിഡൻസിന്റെ കൂടെ തന്നെ വേണ്ട ഒരു കാര്യമാണ് പ്രിപ്പറേഷൻ. ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് വി ബിക്കം എ കംപ്ലീറ്റ്ലി പോസിറ്റീവ് കോൺഫിഡന്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, സോ ഇതാണ് ദിസ് ഇസ് ഓൾ അബൌട്ട് കോൺഫിഡൻസ്, ബൂസ്റ്റിംഗ് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, ഇത് കുഞ്ഞു ടിപ്സ് ആണ്, വളരെ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ടിപ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സോ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വാട്ട് എവർ യുവർ ഗോൾ മേ ബി, വാട്ട് എവർ ദ ഇൻഫീരിയോറിറ്റീസ് ദാറ്റ് യു ആർ ഫേസിംഗ് ഇൻ യുവർ ലൈഫ് വിൽ ചേഞ്ച്. ബിക്കോസ് നമ്മൾ ജെന്യുവൻ ആയിട്ട് നമ്മളിൽ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഗോയിങ് ടു ചേഞ്ച്, എവറിത്തിങ് വിൽ ചേഞ്ച്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ബൂസ്റ്റിംഗ് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, സോ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ബൂസ്റ്റിംഗ് യുവർ കോൺഫിഡൻസ്. കോൺഫിഡൻസ് എങ്ങനെ ഏതൊരാൾക്കും ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് കോൺഫിഡൻസ്. ഓക്കെ, നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അല്ലാണ്ട് ആരും ഇനി ഇൻഫീരിയർ ആയിട്ട് എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ, ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ, നോ നീഡ് ഓഫ് ഓൾ ദോസ് തിങ്സ്. ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ഓഫ്, പുറത്തേക്ക് വരും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആൻഡ് കോൺഫിഡന്റ് ആവാൻ പറ്റുള്ളൂ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടിഞ്ഞുകൂടി ഇങ്ങനെ നാരോ മൈൻഡഡ് ആയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ വി കാൺട്ട്. ജസ്റ്റ് ഓപ്പൺ യുവർ സെൽഫ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഒരു കോൺഫിഡന്റ് പേഴ്സൺ ആവാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മളൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയി മാറുള്ളൂ. സോ ഐ തിങ്ക് ചെറിയ ടിപ്സ് ആയിരുന്നു. സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് വാസ് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഇറ്റ്. അതേപോലെ നിങ്ങളെ ജെന്യുവൻ ആയിട്ടുള്ള കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് us and please do share the video if you think it's worth sharing. And so നമുക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.